ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെവരെയും വീണ്ടും വരുവാൻ അറിയിച്ചത് ബുദ്ധനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ പ്രത്യേകതകൾ. ദൈവവചനത്തിൻ്റെ പ്രത്യേകതകൾ. ബൈബിളിലെ തിരുവചനങ്ങൾ ഒന്നും തന്നെ മനുഷ്യരുടെ സ്വന്തമായ പ്രചോദനത്താൽ ഉളവായതല്ല. അതിലെ പ്രവചനം ഒന്നും തന്നെ മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതുമല്ല. അവ ദൈവകൽപ്പനയാൽ മനുഷ്യന് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചവയാണ് എന്ന് പരിശുദ്ധനായ പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 20-21 ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ദൈവവചനങ്ങൾ സത്യം എന്ന് തെളിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. തിരുവചനത്തിലൂടെ നമുക്ക് ഒന്ന് നോക്കാം ദൈവവചനത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം ആണ് എന്ന്. 12-ാം സങ്കീർത്തനം 6-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാവീദ് എഴുതിയ ഈ സങ്കീർത്തനം നാം പാരായണം ചെയ്യുമ്പോൾ കാണുന്നത് യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു എന്നാണ്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്ന് 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അതരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അതരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അതരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആരെന്ന് അവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ഉളവായതാണ്. അതിന് പ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് സന്തോഷപ്രദമായി അനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഈ വേദഭാഗമൊക്കെയും നമ്മോട് പറയുന്നത്. അത് നാം കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ആ 66 പുസ്തകങ്ങൾ നാം നിരന്തരം പാരായണം ചെയ്യുകയും അത് വായിച്ച് ഗ്രഹിക്കുകയും ചെയ്യണം. അങ്ങനെ ഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ആണ് ഇത് പറയുന്നത്. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്ന്. അവരെ പ്രചോദിപ്പിക്കുന്നത് എന്തെന്ന് പുറകോട്ട് നോക്കിയാൽ നമുക്ക് കാണാം. അതായത് ആ വേദഭാഗത്തിൽ പിന്നെ അതിന് ആദ്യ ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എപ്രകാരം ദൈവഹിതം നടപ്പാക്കണം എന്നത് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. നമ്മളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമെങ്കിൽ സൽപ്രവൃത്തികൾ ചെയ്യുകയും ലാവണ്യ വാക്കുകളാൽ സംബോധന ചെയ്യുകയും വേണം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഗുണവും ചെയ്തില്ല എങ്കിൽ തന്നെയും അവർക്ക് ഞാൻ എതിരായിട്ട് പ്രവർത്തിക്കില്ല എന്നും അവർക്ക് എതിരായ ഒരു ഏഷണിയോ ഒരു തെറ്റായ വാക്കുകളോ ഞാൻ പറയില്ല എന്നും സ്വയം മനസ്സിലൊരു തീരുമാനമെടുത്തുകൊണ്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സന്തോഷിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. നമുക്ക് ആ തിരുവചനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതായ കാര്യമെന്ന് പറയുന്നത് ബൈബിളിലെ തിരുവെഴുത്തുകൾ ഒന്നും തന്നെ മനുഷ്യരുടെ സ്വന്തമായ പ്രചോദനത്താൽ ഉളവായതല്ല. അതിലെ പ്രവചനം ഒന്നും തന്നെ മനുഷ്യൻ്റെ ഇഷ്ടത്താൽ ഉളവായതല്ല. പിന്നെയോ ദൈവ കൽപ്പനയാൽ മനുഷ്യന് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചവയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലാക്കി അത് ശരിക്ക് വായിച്ച് ഗ്രഹിച്ച് അതിന് പ്രകാരം
നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.